സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിന്റെ പുതിയ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിനി കാൽക്കുലസുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. വെക്ടർ ആൾജിബ്ര. വെക്ടർ ആൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്ററിന് വെക്ടേഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നിങ്ങൾ രണ്ട് ടൈപ്പായിട്ട് കേട്ടിട്ടുണ്ടാവും. അത് ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ തന്നെ കേട്ടതാണ്. എന്തൊക്കെയാണ്? സ്കാലാർ ക്വാണ്ടിറ്റീസ് അഥവാ സ്കാലാസ്, പിന്നെ വെക്ടർ ക്വാണ്ടിറ്റീസ് അഥവാ വെക്ടേഴ്സ്. അപ്പോൾ ചാപ്റ്റർ പേര് വെക്ടർ ആൾജിബ്ര. വെക്ടേഴ്സിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് വെക്ടർ ആൾജിബ്ര. ആദ്യമായിട്ട് നിങ്ങൾ വെക്ടർ എന്താന്ന് പറയുന്നതിന് മുമ്പ് സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്താന്ന് മനസ്സിലാക്കണം. സ്കാലാർ ക്വാണ്ടിറ്റീസ്, വെക്ടർ ക്വാണ്ടിറ്റീസ്. അതിലാദ്യം സ്കാലാസ്. നിങ്ങൾക്കറിയാം, വെക്ടേഴ്സും അറിയാം. ഫിസിക്സിൽ +1 തന്നെ വെക്ടറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫിസിക്സിലേക്ക് ആവശ്യമുള്ള വെക്ടേഴ്സിനെ പറ്റിയിട്ടൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള ഒരു പഠനമാണ് മാത്തമാറ്റിക്സിൽ വരുന്നത്. +1 നമ്മൾ മാത്തമാറ്റിക്സിൽ വെക്ടേഴ്സിനെ പറ്റിയിട്ടൊന്നും പഠിച്ചിട്ടില്ല, എന്ന സമയം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ എന്താണ് സ്കാലാർ ക്വാണ്ടിറ്റീസ്? ക്വാണ്ടിറ്റീസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മാത്രം അളക്കാവുന്ന ക്വാണ്ടിറ്റീസിനെയാണ് സ്കാലാർ ക്വാണ്ടിറ്റീസ് അഥവാ സ്കാലാസ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ്, വോളിയം, ടെമ്പറേച്ചർ, ടൈം, ലെങ്ത്, ഇതെല്ലാം സ്കാലാർ ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റീസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആർ കാൾഡ് സ്കാലാർ ക്വാണ്ടിറ്റീസ്. ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ പറയും. പിന്നെ മാത്തമാറ്റിക്സിൽ ഒന്നും കൂടി വിശാലമായിട്ട് പറഞ്ഞാൽ എനി റിയൽ നമ്പർ ഈസ് എ സ്കാലാർ. എനി റിയൽ നമ്പർ is a scalar. അപ്പൊ റിയൽ നമ്പേഴ്സ് ഒക്കെ സ്കാലാർ ആയിട്ടാണ് എടുക്കുക. റിയൽ നമ്പേഴ്സ് അല്ലാത്ത നമ്പർ ഉണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പൊ റിയൽ നമ്പർ ആറില് ബിലോങ് ചെയ്യുന്ന ഏത് നമ്പറും നമ്മൾ മാത്തമാറ്റിക്സുകാർ സ്കാലാർ ആയിട്ടാണ് പരിഗണിക്കുക. അതിൽ പോസിറ്റീവ് എടുക്കാം, നെഗറ്റീവ് എടുക്കാം, 0 എടുക്കാം, റാഷണൽസ് എടുക്കാം, ഇറാഷണൽസ് എടുക്കാം. ഇതെല്ലാം സ്കാലാർസ് ആയിട്ടാണ് പരിഗണിക്കുക. പിന്നെയാണ് വെക്ടേഴ്സ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇത്ര മാഗ്നിറ്റ്യൂഡിൽ ഇന്ന ഡയറക്ഷനിൽ എന്ന് പറയേണ്ട ക്വാണ്ടിറ്റീസ് ആണ് വെക്ടേഴ്സ്. ആവശ്യമുണ്ടാവും ഒരുപാട് സ്ഥലത്ത്. നമുക്കിനി ഹയർ ലെവലിലേക്കൊക്കെ പഠിച്ചു പോകുമ്പോൾ വെക്ടറൊക്കെ ഒരുപാട് വരുന്നതാണ്. അപ്പൊ എന്താണ് വെക്ടേഴ്സ്? ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മാത്രം നമുക്ക് അളക്കാൻ പറ്റില്ല. മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷനും കൂടി കാണിച്ചാലേ അത് കംപ്ലീറ്റ് ആവണം. അതിന് എക്സാമ്പിൾ പറയണേ ഫോഴ്സ്. കേട്ടിട്ടുണ്ടോ? ഫോഴ്സ് വെക്ടർ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. വെലോസിറ്റി, ആക്സലറേഷൻ, എക്സെട്ര, ഇതൊക്കെ വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. അതിന് നമ്മൾ മാത്തമാറ്റിക്സിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു ലൈൻ സെഗ്മെന്റ് വരച്ചിട്ട് അതിനൊരു ഡയറക്ഷൻ കൊടുത്താൽ നമുക്ക് വെക്ടറായി. എനി ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ഈസ് എ വെക്ടർ. ഇഷ്ടം പോലെ ഏത് ഡയറക്ഷനിൽ നമുക്ക് വരയ്ക്കാം. ലൈൻ സെഗ്മെന്റ് ആയതുകൊണ്ട് അതിന് രണ്ട് എൻഡ് ഉണ്ടാവും. പി എൻഡ് ക്യാപിറ്റൽ എയും ഈ എൻഡ് ക്യാപിറ്റൽ ഡിയും ആണെങ്കിൽ ഇത് നമ്മൾ പറയാം വെക്ടർ എ ബി. എ ബി എഴുതിയിട്ട് മേലെ ഒരു ആരോ മാർക്ക് സിമ്പൽ ഇട്ടാൽ അത് വായിക്കുക എ ബി വെക്ടർ അഥവാ വെക്ടർ എ ബി. ഏനെ പറയാ
initial point of the vector and B is the terminal point of the vector. നമ്മൾ മാത്തമാറ്റിക്സിൽ വെക്ടറിന് ഒന്നും കൂടി ചുരുക്കി നൊട്ടേഷൻ കൊടുക്കുക. സ്മോൾ ലെറ്റർ ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റർ എഴുതിയിട്ട് അതിന്റെ മേലെ വെക്ടർ സിമ്പിൾ ഇടുക. അപ്പൊ സ്മോൾ ലെറ്റർ എ എന്ന് എഴുതിയിട്ട് മേലെ ആരോ മാർക്ക് ഇട്ടാൽ എ വെക്ടർ. അപ്പോ A vector is equal to capital AB. If A vector is equal to capital AB, then capital A is the initial point and capital B is the terminal point of the vector. അതോടൊപ്പം തന്നെ ഈ എ ബി എന്ന ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് ആണ് ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് എടുക്കുക. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും, അല്ലെങ്കിൽ മോഡുലസ് എന്ന് പറയും. സിമ്പൽ ഇത് തന്നെയാണ്. എ വെക്ടർ മോഡിനുള്ളിൽ ഇടുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഇസ് ഈക്വൽ ടു എ ബി. എ ബി എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ലൈൻ സെഗ്മെന്റ് എ ബി. ഏത് യൂണിറ്റിലാണോ നമ്മൾ മെഷർ ചെയ്യുന്നത് ആ യൂണിറ്റിൽ എ ബിയുടെ ലെങ്ത് എന്താണോ അതാണ് മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് ഓഫ് എ വെക്ടർ. അപ്പൊ എനി ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ഈസ് എ വെക്ടർ. സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയാ ഇനീഷ്യൽ പോയിന്റ്, എൻഡിങ് പോയിന്റ് പറയാ ടെർമിനൽ പോയിന്റ്. വെക്ടറിന് എപ്പോഴും സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും അഥവാ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും ഉണ്ടാവും. ഇപ്പൊ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, അതാണ് വെക്ടർ ക്വാണ്ടിറ്റി. അത് തന്നെ നമ്മൾ മാത്തമാറ്റിക്സിൽ വിശാലമായിട്ട് പറയുമ്പോൾ എനി ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ഈസ് എ വെക്ടർ. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് മനസ്സിലാക്കണം. സിമ്പിൾ ആണ്, ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോകാം. അതിൽ ഒന്നാമത്തെ പേരിട്ട് പറയുന്ന ഒരു വെക്ടർ ആണ് സീറോ ഓർ നൾ വെക്ടർ. സീറോ വെക്ടർ എന്ന് പറയും. അല്ലെങ്കിൽ വെക്ടർ ആൾജിബ്ര എന്നൊരു പുതിയ ബ്രാഞ്ചിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തുകൊണ്ട് വേണം പോകാൻ. അപ്പോ വെക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലൈൻ സെഗ്മെന്റ് ആണെന്ന് മനസ്സിലായി. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും ഒക്കെ ഉണ്ട് എന്നൊക്കെ ഡിഫൈൻ ചെയ്ത് വച്ചു. എന്നാൽ സീറോ വെക്ടർ പ്രത്യേകം ഡിഫൈൻ ചെയ്യാണ്. നേരത്തെ പറഞ്ഞ ഡെഫിനിഷനിൽ നിൽക്കില്ല. അതിനൊരു പ്രത്യേക ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുകയാണ്. എന്താണെന്നറിയോ? എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് സീറോ. ദാറ്റ് ഈസ് എ വെക്ടർ ഹൂസ് ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിന്റ്സ് കോയിൻസൈഡ്. എന്താ പറയുന്നത്? ഒരു വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും ഒരേ പോയിന്റിലാവുക. അപ്പൊ അതിനെങ്ങനെ ലെങ്ത് ഉണ്ടാവോ? അതായത് ഒരു വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് സീറോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണ് വെക്ടറിന്റെ ഡെഫിനിഷൻ പറഞ്ഞത്. അതിൽ ഇത് നിൽക്കാത്തത്. ഇവിടെ ഡയറക്ഷൻ മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയാണ് മാഗ്നിറ്റ്യൂഡ് ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിന്റ് കോയിൻസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാളെ ഏരിയ ഇത് സീറോ വെക്ടർ ആണ്. എ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എ തന്നെ. അപ്പൊ അങ്ങനെ ഒരു വെക്ടർ ഉണ്ടാവോ എന്നൊരു സംശയമുണ്ട് അല്ലേ? ഇപ്പൊ ഒരാള് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, നമ്മുടെ എ ഉണ്ടായിരുന്നു, എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബി വരെ നടന്നു. എന്നിട്ട് അയാൾ ബി എന്ന് തിരിച്ച് എയിലേക്ക് തന്നെ നടന്നു. അപ്പൊ അയാൾ എവിടെയെന്ന് വെച്ചാൽ എന്ന് എ തന്നെയാണ്. അയാൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ടോട്ടലി അത് സീറോ ആയിപ്പോയി. അപ്പൊ അത് കാണിക്കാൻ നമുക്കൊരു വെക്ടർ വേണം. ആ വെക്ടർ ആണ് സീറോ വെക്ടർ. സീറോ എന്ന് എഴുതിയിട്ട് മേലെ ആരോ മാർക്ക് ഇട്ടാൽ അത് സീറോ വെക്ടർ എന്ന് വായിക്കും. സീറോ വെക്ടർ അത് എ എന്ന് എഴുതാം, അത് ബി എന്ന് എഴുതാം, അത് സി എന്ന് എഴുതാം, അത് എക്സ് എന്ന് എഴുതാം, എക്സ് എന്ന് എഴുതാം. നിങ്ങളെ സൗകര്യം പോലെ എഴുതാം. ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും ഒന്നാവുന്ന വെക്ടറിന്റെ പേരാണ് സീറോ വെക്ടർ. നമുക്ക് ആവശ്യമുണ്ട്, പ്രത്യേകം ഡിഫൈൻ ചെയ്തു. ക്ലിയർ അല്ലേ? വെക്ടർ whose initial and terminal point coincide, that is a vector whose magnitude is zero is called zero vector. ഇങ്ങനെ എഴുതിയാൽ അത് സീറോ വെക്ടർ എന്ന് വായിക്കില്ല, അത് നമ്മുടെ നമ്പർ സീറോ എന്നേ വായിക്കുള്ളൂ. ഇപ്പൊ മേലെ ആരോ മാർക്ക് ഇട്ടാലേ അത് സീറോ വെക്ടർ എന്ന് വായിക്കുള്ളൂ. ഓക്കെ, then second one, unit vector. Unit vector, a vector whose magnitude is 1 unit.
നമ്മൾ ഏത് സിസ്റ്റത്തിലാണോ അളക്കുന്നത്, ലെങ്ത് അളക്കുന്നത്, ആ സിസ്റ്റത്തിൽ ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറാണ് യൂണിറ്റ് വെക്ടർ. സെന്റിമീറ്ററിലാണ് പറയുന്നതിൽ 1 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള വെക്ടർ എന്ന് പറയാം. മീറ്ററിലാണ് പറയുന്നതെങ്കിൽ 1 മീറ്റർ ലെങ്ത് ഉള്ള വെക്ടർ എന്ന് പറയാം. എനിവേ നമ്മൾ കൺസിഡർ ചെയ്യുന്ന യൂണിറ്റ് സിസ്റ്റത്തിൽ 1 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറാണ് യൂണിറ്റ് വെക്ടർ. ഇപ്പോ ഒരു ചെറിയ സിമ്പൽ പരിചയപ്പെടുത്താം. ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, സീറോ വെക്ടർ അല്ലാതെ. ഈ ഒരു വെക്ടറാണ് എ ഈസ് നോട്ട് ഈക്വൽ ടു സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിനൊരു ലെങ്ത് ഉണ്ട് എന്നർത്ഥം. ഈ എന്റെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വെക്ടർ, എന്റെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ ഇതാന്ന് വിചാരിക്കാം. ഇതൊരു യൂണിറ്റ് ലെങ്ത് ആണെന്ന് വിചാരിക്കും. ഇതിന്റെ സ്പെഷ്യൽ നൊട്ടേഷൻ ആണ് എ ക്യാപ്പ്. അപ്പൊ എന്താണ് എ ക്യാപ്പ് എന്ന് കണ്ടാൽ പ്രത്യേക ഒരു ക്യാപ്പ് ഇട്ടാൽ അത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്, എ വെക്ടറിന്റെ ഡയറക്ഷനിലാണ്. അപ്പൊ ബി വെക്ടറിന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ബി ക്യാപ്പ് എന്ന് കൊടുക്കും, ആർ വെക്ടറിന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടറിന് ആർ ക്യാപ്പ് എന്ന് കൊടുക്കും, എക്സെട്ര. അപ്പൊ എ ക്യാപ്പ് എന്ന് എവിടെയെങ്കിലും കണ്ടാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ നോൺ സീറോ വെക്ടർ. എന്തുകൊണ്ടാണ് നോൺ സീറോ വെക്ടർ പറയുന്നത്? നമ്മൾ പറയുന്ന വെക്ടറിന് ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിലേ പിന്നെ ആ ഡയറക്ഷനെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സീറോ വെക്ടറിന് ഡയറക്ഷൻ മെൻഷൻ ചെയ്യാൻ പറ്റില്ല, സീറോ വെക്ടറിന് ഡയറക്ഷൻ കാണിക്കാൻ പറ്റില്ല. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഒന്നായതുകൊണ്ട് സീറോ വെക്ടറിന് ഡയറക്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, യൂണിറ്റ് വെക്ടർ പരിചയപ്പെട്ടു. ഒരു എ വെക്ടർ നോൺ സീറോ വെക്ടർ ആണ്, അതിന്റെ ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ എ ക്യാപ്പ്. യൂണിറ്റ് വെക്ടർ എന്താന്ന് ചോദിച്ചാൽ എ വെക്ടർ whose magnitude is 1 unit. Then third one, equal vectors. വെക്ടേഴ്സ് ഈക്വൽ ആവൽ എപ്പോഴാ എന്നതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. രണ്ട് വെക്ടറുകൾ ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അവർക്ക് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. Two vectors are equal if they have the same magnitude and same direction, or vectors having the same magnitude and the same direction are called equal vectors. ഒരേ മാഗ്നിറ്റ്യൂഡ്, ഒരേ ഡയറക്ഷൻ, ഒരേ ലെങ്ത് ആയതുകൊണ്ട് ഈക്വൽ ആവില്ല. ഇവിടെ ഇപ്പൊ ഒരു വെക്ടർ ഇങ്ങനെ വരച്ചു, അതേ ലെങ്ത്തിൽ ഇങ്ങനെ ഒരു വെക്ടർ വരച്ചാൽ they are not equal because ഇവരുടെ ഡയറക്ഷൻ ഡിഫറന്റ് ആണ്. അപ്പൊ എപ്പോഴും ഈക്വൽ ആവുക വെക്ടേഴ്സ് ഹാവിംഗ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ ആർ കാൾഡ് ഈക്വൽ വെക്ടേഴ്സ്. ദെൻ ഫോർത്ത് വൺ, ലൈക്ക് വെക്ടേഴ്സ്. ലൈക്ക് വെക്ടേഴ്സ് ഇതെന്താന്ന് വെച്ചാൽ വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിൽ നിൽക്കുന്ന വെക്ടേഴ്സ് ആണ് ലൈക്ക് വെക്ടേഴ്സ്. അപ്പൊ സ്വാഭാവികമായിട്ട് സംശയം മാഗ്നിറ്റ്യൂഡിനെ പറ്റിയിട്ട് എന്താ പറയാ? മാഗ്നിറ്റ്യൂഡ് സെയിം ആവുന്നതിന് കുഴപ്പമില്ല, ഡിഫറെന്റ് ആവുന്നതിനും കുഴപ്പമില്ല, പക്ഷെ ഡയറക്ഷൻ സെയിം ആവണം. ഞാൻ ഫിഗർ വരക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടാൽ തന്നെ അറിയാം, ഡിഫറെന്റ് ലെങ്ത് ആണ്, പക്ഷെ ഡയറക്ഷൻ സെയിം ആണ്. സോ ഇത് ലൈക്ക് വെക്ടേഴ്സിൽ കൂട്ടാം. ഇനിയിപ്പോ ഇത് ഒരു ലൈൻമേൽ വന്നാലും മതി, ഒരൊറ്റ ലൈൻമേൽ വന്നാലും മതി. ഒരു ലൈൻമേൽ തന്നെ ഒരേ ഡയറക്ഷനിൽ നിന്നാലും ദേ ആർ ഓൾസോ ലൈക്ക് വെക്ടേഴ്സ്. അപ്പൊ ഇത് ലൈക്ക് വെക്ടേഴ്സ് ആണ്, ഇതും ലൈക്ക് വെക്ടർ. വെക്ടേഴ്സ് ഹാവിംഗ് ദ സെയിം ഡയറക്ഷൻ ആർ കാൾഡ് ലൈക്ക് വെക്ടേഴ്സ്. ദെൻ ഫിഫ്ത് വൺ, അൺലൈക്ക് വെക്ടേഴ്സ്. എന്നൊക്കെ തന്നെ പറയാതെ അൺലൈക്ക് വെക്ടേഴ്സ്, വെക്ടേഴ്സ് ഹാവിംഗ് opposite directions. Opposite directions. Different direction അല്ല, ഡിഫറെന്റ് ഡയറക്ഷൻ അല്ല. ഇത് ഈ രണ്ടെണ്ണം അൺലൈക്ക് വെക്ടേഴ്സ് അല്ല, ഇത് ഡിഫറെന്റ് ഡയറക്ഷൻ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് അല്ല. ഒന്നിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റൊന്നില്ല. അതൊരു ലൈൻമേൽ വന്നാലും കുഴപ്പമില്ല, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കണം. അപ്പൊ ഈ ടീമായാലും they are unlike vectors. So vectors having opposite directions are called unlike vectors. ഇനി വരുന്നത് collinear vectors.
collinear vectors. Vectors having the same or parallel lines of action. ആ വെക്ടേഴ്സ് നിൽക്കുന്ന ലൈനുകൾ ഒരേ ലൈൻ ആവുക അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആവുക. അപ്പൊ ഡയറക്ഷൻ സെയിം ആവാം, ഓപ്പോസിറ്റ് ആവാം. അപ്പൊ ലൈക്ക് വെക്ടറും അൺലൈക്ക് വെക്ടറും കൂടി ചേർന്നതാണ് കൊളീനിയർ വെക്ടേഴ്സ്. അപ്പൊ കൊളീനിയർ വെക്ടേഴ്സിൽ ലൈക്ക് ആവാം, അൺലൈക്ക് ആവാം, ലൈക്ക് ഓർ അൺലൈക്ക് എന്ന് വേണേ പറയാം. ഒറ്റ സെന്റൻസ് പറഞ്ഞാൽ വെക്ടേഴ്സ് ഹാവിംഗ് ദ സെയിം ഓർ പാരലൽ ലൈൻസ് ഓഫ് ആക്ഷൻ. അപ്പൊ വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ഡയറക്ഷൻ കൊളീനിയർ ആണ്, വെക്ടേഴ്സ് ഹാവിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊളീനിയർ ആണ്. അപ്പൊ ലൈക്ക് യൂണിയൻ അൺലൈക്ക് വരുന്നതാണ് കൊളീനിയർ വെക്ടേഴ്സ്. ഓക്കെ, then seventh one പറയുന്നതിന്റെ അതിന്റെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, ഇത് എ വെക്ടർ ആണ്. നമുക്ക് ഈ വെക്ടറിനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ അങ്ങോട്ടോ അങ്ങോട്ടോ നീക്കി വെച്ചാൽ വെക്ടർ മാറില്ല. ഇതിങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ ഇങ്ങോട്ട് വേണ്ടി നീക്കാം, അങ്ങോട്ട് നീക്കാം, ആ വെക്ടർ സെയിം ആയിരിക്കും. ഡയറക്ഷൻ മാറ്റുമ്പോഴേ വെക്ടർ ചേഞ്ച് ആവുള്ളൂ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കോപ്ലാനാർ വെക്ടേഴ്സ് ആണ് അടുത്ത ടൈപ്പ് പറയുന്നത്. കോപ്ലാനാർ വെക്ടേഴ്സ്, വെക്ടേഴ്സ് lying in the same plane or parallel to the same plane. ഒരേ പ്ലെയിനിൽ കിടക്കുന്നത് കോപ്ലാനാറാണ്, ഒരേ പ്ലെയിനിൽ കിടത്താൻ പറ്റുന്നതും കോപ്ലാനാറാണ്. കിടത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ബ്ലാക്ക് ബോർഡ് ഒരു പ്ലെയിൻ ആയിട്ട് വിചാരിക്കും. ഇതിന് പാരലൽ ആയിട്ട് ഇവിടെ ഇങ്ങനെ വെക്ടേഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്, പല ഡയറക്ഷനിൽ വെച്ചിട്ടുണ്ട് ഈ ബോർഡിന് പാരലായിട്ട്. അപ്പൊ ഇത് പാരലായിട്ടാണ് വെച്ചതെങ്കിൽ നമുക്ക് ഇതിനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ ഇതിനെങ്ങനെ നീക്കി കൊണ്ടുവരാണ് ഈ പ്ലെയിനിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. അപ്പൊ ഒരേ പ്ലെയിനിൽ കിടക്കുന്നതും ഒരേ പ്ലെയിനിന് പാരലായിട്ട് നിൽക്കുന്നതും കോപ്ലാനാറിൽ പരിഗണിക്കാം. എന്താ കോപ്ലാനാർ വെക്ടേഴ്സ്? ഈ ബോർഡിൽ കുറെ വെക്ടേഴ്സ് വരച്ചാൽ അതൊക്കെ കോപ്ലാനാറാണ്. ഡയറക്ഷൻ ഒന്നും ഒരു പ്രശ്നമേ അല്ല. ദീസ് ആർ ആൾ കോപ്ലാനാർ വെക്ടേഴ്സ്. എന്നാൽ ഈ ബോർഡിന് പാരലായിട്ട് സ്പേസിൽ വെച്ചാലും അതിനെ കോപ്ലാനാർ ആയിട്ട് പരിഗണിക്കും. സോ വെക്ടേഴ്സ് ലൈങ് ഇൻ ദ സെയിം പ്ലെയിൻ കോപ്ലാനാർ ആണ്, വെക്ടേഴ്സ് പാരലൽ ടു ദ സെയിം പ്ലെയിനും കോപ്ലാനാർ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊളീനിയർ വെക്ടേഴ്സ് എല്ലായ്പ്പോഴും കോപ്ലാനാർ ആയിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. രണ്ട് പാരലായിട്ട് നിൽക്കുന്ന ഒരേ ഡയറക്ഷനിൽ നിന്നാലും അത് കിടക്കുന്ന ഒരു പ്ലെയിൻ വെക്കാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാലും അത് കിടക്കുന്ന ഒരു പ്ലെയിൻ നമുക്ക് വെക്കാം. So vectors lying in the same plane or parallel to the same plane are called coplanar vectors. Then eighth one, co-initial vectors. Co-initial vectors പേരിലുണ്ട്, സിമ്പിൾ ആണ്. Vectors having the same initial point. ഒരേ ഇനീഷ്യൽ പോയിന്റിൽ നിൽക്കുന്ന എത്ര വെക്ടർ ആയാലും കുഴപ്പമില്ല, they are co-initial vectors. Okay, then co-terminal vectors. Co-terminal vectors, vectors having the same terminal point are called co-terminal vectors. ഒരേ ടെർമിനൽ പോയിന്റ് വരുന്ന വെക്ടേഴ്സിനാണ് എന്ത് പറയാ? co-terminal vectors. ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ പത്താമതായിട്ട് വേണ്ടത് നെഗറ്റീവ് ഓഫ് എ വെക്ടർ ആവശ്യമുണ്ട് കേട്ടോ. അതുകൂടി ഇവിടെ പറഞ്ഞു വെക്കാം. നെഗറ്റീവ് ഓഫ് എ വെക്ടർ, എല്ലാ വെക്ടറിനും നെഗറ്റീവ് വെക്ടർ ഉണ്ട്. ഇഫ് എ വെക്ടർ ഇസ് ഈക്വൽ ടു എ ബി വെക്ടർ ആണ്, ക്യാപിറ്റൽ എ ഇനീഷ്യൽ പോയിന്റ്, ക്യാപിറ്റൽ ബി ടെർമിനൽ പോയിന്റ്. അപ്പൊ അത് എന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്കാണ് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ നെഗറ്റീവ് വെക്ടർ എഴുതൽ ഇങ്ങനെയാണ്, മൈനസ് എ വെക്ടർ. അത് എന്താ ഡിഫൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വെക്ടർ ബി എ. എന്താ ചെയ്യുന്നത്? ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആക്കും. അതായത് ഇവിടുത്തെ ടെർമിനൽ പോയിന്റ് ഇവിടുത്തെ ഇനീഷ്യൽ പോയിന്റ്, ഇവിടുത്തെ ഇനീഷ്യൽ പോയിന്റ് ഇവിടുത്തെ ടെർമിനൽ പോയിന്റ് ആവത്തക്ക രീതിയിൽ വെച്ചാൽ അത് വെക്ടറിന്റെ നെഗറ്റീവായി.
അപ്പൊ എല്ലാ വെക്ടറും നെഗറ്റീവ് വെക്ടർ ഉണ്ട്. എ ബി വെക്ടറിന് നെഗറ്റീവ് വെക്ടർ ബി എ വെക്ടർ. അപ്പൊ പി ക്യു വെക്ടറിന്റെ നെഗറ്റീവ് എടുത്താൽ കിട്ടുന്നത് ക്യൂ പി വെക്ടർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വെക്ടറിനും അതിന്റെ നെഗറ്റീവ് വെക്ടറിനും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. മോഡ് എ തന്നെ ആയിരിക്കും മോഡ് ഓഫ് മൈനസ് എ വെക്ടർ. മാഗ്നിറ്റ്യൂഡ് മാറില്ല. എ ബി ആയാലും ബി ആയാലും ഡിസ്റ്റൻസ് സെയിം ആണ്. ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആവും. അത് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ വെക്ടർ ആൾജിബ്ര, വെക്ടറിന്റെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണല്ലോ ചാപ്റ്ററിന്റെ പേര്. അപ്പം വെക്ടറിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് പരിചയപ്പെട്ടു. ഇനി ആൾജിബ്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഓപ്പറേഷൻസിലേക്കാണ് വരിക. അതില് നമ്പേഴ്സിലും നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. ബേസിക് ഓപ്പറേഷൻസ് നമ്പേഴ്സിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതെല്ലാം വെക്ടേഴ്സിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വെക്ടേഴ്സിൽ അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, 2 തരം മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് വെക്ടർ തമ്മിൽ. ഡിവിഷൻ ഇല്ല. അത് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന ഓപ്പറേഷൻ ആൾജിബ്രയിൽ അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. അഡീഷൻ ഓഫ് വെക്ടേഴ്സ്, ഏത് 2 വെക്ടേഴ്സ് കിട്ടിയാലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഏത് 2 നമ്പർ കിട്ടിയാലും ആഡ് ചെയ്യാം അല്ലെ. ഏത് 2 മെട്രിക്സ് കിട്ടിയാലും ആഡ് ചെയ്യാൻ പറ്റില്ല. മെട്രിക്സ് കേട്ടിട്ടുണ്ടാവും ചാപ്റ്റർ. 2 മെട്രിക്സ് തോന്നിയ 2 മെട്രിക്സ് എടുത്തിട്ട് ആഡ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. എപ്പോഴാണ് 2 മെട്രിക്സ് ആഡ് ചെയ്യാൻ പറ്റുക? ഇഫ് ദേ ഹാവ് ദ സെയിം ഓർഡർ, ഒരേ ഓർഡറിലുള്ള 2 മെട്രിക്സ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. പക്ഷെ നമ്പർ റിയൽ നമ്പർ ആയാലും കോംപ്ലക്സ് നമ്പർ ആയാലും ഏത് 2 നമ്പർ കിട്ടിയാലും ആഡ് ചെയ്ത് പുതിയൊരു നമ്പർ ആക്കാം. ഇനി വെക്ടേഴ്സിലേക്ക് വന്നാൽ ഏത് 2 വെക്ടർ കിട്ടിയാലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യാൻ പറ്റാത്ത വെക്ടേഴ്സ് ഇല്ല. ഒരു ഡിമാൻഡും ഇല്ല, ഏത് 2 വെക്ടറും ആഡ് ചെയ്യാം. ഇപ്പോ ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, ഞാൻ ഇതിനെ എ വെക്ടർ എന്ന് പേരിട്ടു. ഇവിടെ വേറൊരു വെക്ടർ ഉണ്ട്, ഞാൻ ഇതിനെ ബി വെക്ടർ എന്ന് പേരിട്ടു. നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. എ പ്ലസ് ബി, എ വെക്ടർ പ്ലസ് ബി വെക്ടർ. അത് നമ്മൾ ചെയ്യുന്നത് ഇതിലൊരു വെക്ടർ ഇവിടെ ഫിക്സ് ചെയ്യാം. ഇതിനെ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു. ഇവിടെ എ എന്നും ഇവിടെ ബി എന്നും പേരിട്ടു. ഇനി ഇത് ഇളകാൻ പാടില്ല, അങ്ങനെ അനക്കാതെ വെക്കണം. ഈ വെക്ടറിനെ ഡയറക്ഷൻ മാറ്റാതെ നമുക്ക് ഈ ബോർഡിൽ ഈ പ്ലെയിനിൽ നീക്കാം നേരത്തെ ഞാൻ പറഞ്ഞു. അങ്ങനെ നീക്കിയിട്ട് ഈ രണ്ടാമത്തെ ബി വെക്ടറിനെ നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ നീക്കിയിട്ട് ഈ ബി വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റ് എ വെക്ടറിന്റെ ടെർമിനൽ പോയിന്റുമേ കൊണ്ടുവന്ന് വെക്കാം. ഇതിങ്ങനെ ചേഞ്ച് ചെയ്യാതെ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ഇതാരെന്നെയാണ് വെക്ടർ മാറില്ല, ബി വെക്ടർ ഇങ്ങനെയാണ്. ഇവിടെ തന്നെ ബി വെക്ടർ ഇവിടെ വെച്ചു നോക്കും. അപ്പൊ ഇതിന്റെ ഇനീഷ്യൽ പോയിന്റ് ബിയിൽ വെച്ചു. ഇവിടെ ഒരു ടെർമിനൽ പോയിന്റ് സി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്ക്, എ വെക്ടർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരാള് ക്യാപിറ്റൽ എ എന്ന് ക്യാപിറ്റൽ ബി വരെ നടന്നു. ബി വെക്ടർ ഉണ്ടാവാൻ വേണ്ടി അയാള് ക്യാപിറ്റൽ ബി എന്ന് ക്യാപിറ്റൽ സി വരെ നടന്നു. അപ്പൊ ശരിക്കും അയാൾ എവിടുന്ന് എവിടെ എത്തിയിട്ടുണ്ട്? ക്യാപിറ്റൽ എ എന്ന് അയാൾ പോയിട്ട് ക്യാപിറ്റൽ സിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു വെക്ടർ ആയിട്ട് നമ്മൾ പരിഗണിക്കാലോ. എ സി വെക്ടർ ഇതാ, ഈ വെക്ടർ ആണ് നേരത്തെ ഞാൻ പറഞ്ഞ എ വെക്ടർ ബി വെക്ടർ ഇവരുടെ സം. റിസൾട്ടന്റ് എന്നും പറയാറുണ്ട്, റിസൾട്ടന്റ് വെക്ടർ എന്നും പറയാറുണ്ട്. എ പ്ലസ് ബി ആണ് ഇത്. അപ്പൊ എന്താണ്? If a vector is equal to AB vector, B vector is equal to BC vector, then A plus B എന്ന് പറയുന്ന വെക്ടർ ഏതാണ്? AC വെക്ടർ. അതായത് AB വെക്ടർ പ്ലസ് BC വെക്ടർ is equal to AC വെക്ടർ. ഈ വെക്ടർ സിമ്പൽ ഇട്ടില്ല, അതിന് ഇത് ശരിയാവില്ല കേട്ടോ. എപ്പോഴും വെക്ടർ സിമ്പൽ ഇട്ടാൽ അത് കറക്റ്റ് ആണ്. എന്ന് ബിയിലേക്ക് കടന്ന് ബിന്ന് സിയിലേക്ക് കടന്നാൽ എന്ന് സിയിലെത്തും. അഥവാ എ ബി വെക്ടർ പ്ലസ് ബി സി വെക്ടർ ഇസ് ഈക്വൽ ടു എ സി വെക്ടർ.
ഇവിടെ എങ്ങനെ ഒരു ഫിഗർ ഉണ്ടായ കേസിൽ നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ എന്നൊക്കെ പറയാറുണ്ട്. ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ കേട്ടിട്ടുണ്ടാവും. എന്താ ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ പറയുന്നത്? ഇഫ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആർ റെപ്രസെന്റഡ് ബൈ two sides of a triangle taken in order. ഏതാ ഓർഡർ? എ ബി ബി സി. Then their sum a plus b is represented by the third side taken in reverse order. എ ബി ബി സി എന്ന് പറഞ്ഞാൽ സൈക്ലിക് ഓർഡർ സി എ ആണ്. എന്നാൽ സി എ അല്ല എ പ്ലസ് ബി, പിന്നെയോ എ സി ആണ്. അപ്പൊ എല്ലാ കേസിലും ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? ട്രയാങ്കിൾ ഉണ്ടാവുന്ന ഒരു കേസ് കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എ വെക്ടർ ഇവിടെ ഉണ്ട്, ഇത് എ വെക്ടർ ആണ്. ബി വെക്ടർ ഇവിടെ എങ്ങനെയാണ് ഉള്ളത്? ബി വെക്ടർ. ഇപ്പൊ നമുക്കിത് രണ്ടും കൂടി ആഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇവിടെ എ ബിന് ഫിക്സ് ചെയ്ത് ഇതിനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ബി വെക്ടർ. അപ്പോ എ എന്ന് ബിയിലേക്ക് പോയി, ബി എന്ന് സിയിലേക്ക് പോകുന്നു. ഇതാണ് എ പ്ലസ് ബി. ഓക്കെ, അവിടെ ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വേറൊരു കേസ് നമുക്ക് നോക്കൂ. എ വെക്ടർ കേട്ടോ, ഇതിന് ലൈക്കായിട്ട് അതേ ഡയറക്ഷനിൽ തന്നെ ബി വെക്ടർ ഉണ്ടാവാലോ. ലൈക്ക് വെക്ടേഴ്സിനെ പറ്റി നമ്മൾ കേട്ടില്ലേ? ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എ ബി ഫിക്സ് ചെയ്തിട്ട് ഇതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ ഇതിന്റെ ഇനീഷ്യൽ പോയിന്റ് ഇതിന്റെ ടെർമിനൽ പോയിന്റ് കൊണ്ടുവന്ന് കോയിൻസൈഡ് ചെയ്ത് വെച്ചാൽ ഇവിടെ ഉണ്ടാവും ബി വെക്ടർ. ഇവിടെ ട്രയാങ്കിൾ ഒന്നും ഉണ്ടായിട്ടില്ല. ട്രയാങ്കിൾ ഉണ്ടാവണം നമ്മളിപ്പോൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ന് ബി വരെ നടന്ന് ബിന്ന് സി വരെ നടന്ന്, അപ്പൊ അയാൾ എന്ന് സിയിലെത്തി എന്ന് പറഞ്ഞാൽ ഈ സംഗതി പൊളിഞ്ഞു പോകുന്നില്ല. ഇത് കറക്റ്റ് എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി. അപ്പൊ ലൈക്ക് ആകുമ്പോൾ ഒക്കെ ഒരു ലൈനിൽ വരുന്നതുകൊണ്ട് എന്ന് ബി വരെ പോയി ബിന്ന് സി വരെ പോയി. ട്രയാങ്കിൾ ഉണ്ടായില്ല, പക്ഷെ വെക്ടർ സം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വീണ്ടും എ വെക്ടർ. ഇതിന് അൺലൈക്ക് ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ബി വെക്ടർ നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് രണ്ടുകൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ എ ബി എന്ന് പേരിട്ടു. എന്നിട്ട് ബി വെക്ടറിനെ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ ഈ എ വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റ് ടെർമിനൽ പോയിന്റ് ഇതിന്റെ ഇനീഷ്യൽ പോയിന്റ് കൊണ്ടുവെക്കുമ്പോ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ വരും. ബി വെക്ടർ ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ ഇത് സി ആണെങ്കിൽ എ എന്ന് ബി വരെ പോയ ആള് ബി ന്ന് സി വരെ വന്നാൽ അയാൾ എവിടെ നിന്ന് എവിടെ എത്തിയെന്ന് വെച്ചാൽ എ എന്ന് സിയിലെത്തി. അപ്പോഴും എ ബി വെക്ടർ പ്ലസ് ബി സി വെക്ടർ ഇസ് ഈക്വൽ ടു എ സി വെക്ടർ ആണ്. അപ്പൊ വെക്ടർ അഡീഷൻ ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോ ഇത് വെച്ചുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ പറ്റും. വെക്ടർ അഡീഷനില് എ ബി വെക്ടർ എ ബി സി തന്നെ പേരിടണ്ട. പി ക്യു വെക്ടറിനോട് കൂടി ക്യു ആർ വെക്ടർ ആഡ് ചെയ്താൽ ആൻസർ പി ആർ വെക്ടർ ആണ്. ഇതാ പി ആർ വെക്ടർ. എക്സ് വൈ വെക്ടർ പ്ലസ് വൈ സെഡ് വെക്ടർ ആഡ് ചെയ്താൽ എക്സ് സെഡ് വെക്ടർ ആണ്, എക്സെട്ര. ഏത് രണ്ട് വെക്ടർ കിട്ടിയാലും ആഡ് ചെയ്യാം. അൺലൈക്ക് ആയാലും ലൈക്ക് ആയാലും ഇതേപോലെ നിൽക്കുന്നതായാലും ഈ കോലത്തിൽ നിൽക്കുന്നതായാലും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അഡീഷൻ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അഡീഷനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കണം. എന്താണ് പ്രോപ്പർട്ടീസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തത് വെക്ടർ ആൾജിബ്ര എന്ന ചാപ്റ്റർ ആണ്. സ്കേലാർ ക്വാണ്ടിറ്റീസിനെ പറ്റി പറഞ്ഞു. സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. അത് ഫിസിക്കൽ എക്സാമ്പിൾസ് ഒക്കെ അറിയാം. നമ്മൾ മാത്തമാറ്റിക്സിൽ എനി റിയൽ നമ്പർ ഈസ് ടേക്കൺ ടു ബി എ സ്കേലാർ. പിന്നെ വെക്ടർ ക്വാണ്ടിറ്റി അഥവാ വെക്ടർ ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ കാൾഡ് വെക്ടേഴ്സ് അഥവാ വെക്ടർ ക്വാണ്ടിറ്റീസ്. അതിൽ വിശാലമായിട്ട് പറയുമ്പോൾ ഫിസിക്കൽ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞു. എനി ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ഈസ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയി. ആ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇനീഷ്യൽ പോയിന്റ്, എൻഡിങ് പോയിന്റ്, ടെർമിനൽ പോയിന്റ്. വെക്ടറിനെ കാണിക്കാൻ നമ്മൾ ഫിസിക്സിൽ ക്യാപിറ്റൽ എ എഴുതിയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ട് മേലെ ആരോ മാർക്ക് ഇടും. ഇവിടെ നമ്മൾ ചെറിയ ചേഞ്ച് ഉണ്ട്. സ്മോൾ ലെറ്റർ എഴുതിയിട്ടാണ് ആരോ മാർക്ക് മുകളിൽ ഇടുന്നത്. സിമ്പിൾ ഒന്ന് മാറ്റി നോക്കും, കുഴപ്പമൊന്നുമില്ല. എന്താ ഇനിയിപ്പോ ക്യാപിറ്റൽ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ എങ്ങനെയാണ് കൂടുതൽ കാണാം, സ്മോൾ ലെറ്ററിന്റെ മേലെയാണ് ആരോ മാർക്ക് കാണാം.
പിന്നെ വന്നത് വെക്ടേഴ്സ് കണ്ടതിന് ശേഷം ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് കുറെ പറഞ്ഞു, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഓപ്പറേഷൻസിലേക്ക് കടന്നു. അൾജിബ്രയില് അഡീഷൻ ആണ് ആദ്യം നമ്മൾ പരിചയപ്പെട്ടത്. അഡീഷന്റെ കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിന്റെ ഡിഫറെന്റ് ഡയറക്ഷൻ ഒക്കെ നിൽക്കുമ്പോഴുള്ള കേസൊക്കെ കണ്ടു. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ഡിസ്കസ് ചെയ്യണം, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.